നമസ്കാരം, ഞാൻ ശിവരാമൻ. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യം കടക്കുന്നത് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്കാണ്. 102 മണ്ഡലങ്ങൾ മറ്റന്നാൾ ബൂത്തിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട പരസ്യ പ്രചാരണം അവസാനിച്ചു. 102 മണ്ഡലങ്ങൾ ആണ് മറ്റന്നാൾ ബൂത്തിലെത്തുക. തമിഴ്നാട്ടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കും. CAA-യും ഏകീകൃത സിവിൽ കോഡും നടപ്പാക്കില്ലെന്ന് പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കി. ആദ്യം ഇന്നത്തെ ലീഡ് സ്റ്റോറിയിലേക്ക്. തമിഴ്നാട്ടിലെ 39 സീറ്റുകളിലേക്ക് ഉൾപ്പെടെ 102 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. ദക്ഷിണേന്ത്യയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്ന BJP നരേന്ദ്രമോദിയെ മുൻനിർത്തി കാടടച്ചുള്ള പ്രചാരണമാണ് നടത്തിയത്. തമിഴ്നാട്ടിൽ മുഖ്യമന്ത്രി MK സ്റ്റാലിനെ മുൻനിർത്തിയുള്ള പ്രചാരണമാണ് ഇന്ത്യ സഖ്യം നടത്തിയത്. രാഹുൽ ഗാന്ധിയും പ്രചാരണത്തിനെത്തി. BJP തമിഴ്നാട് പ്രസിഡന്റ് K അണ്ണാമലൈ മത്സരിക്കുന്ന കോയമ്പത്തൂർ മണ്ഡലമാണ് ശ്രദ്ധാകേന്ദ്രം. മഹാരാഷ്ട്രയിൽ കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയും ജനവിധി തേടുന്നത് മറ്റന്നാളാണ്. നാഗ്പൂരാണ് മണ്ഡലം. അസമിൽ ദിബ്രുഗഡിൽ കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളും മത്സരിക്കുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ആവനാഴിയിലെ എല്ലാ തന്ത്രങ്ങളും പ്രചാരണ രംഗത്ത് പ്രയോഗിക്കാൻ ഭരണ പ്രതിപക്ഷ പാർട്ടികൾ ശ്രമിച്ചു. രാമനവമിയും രാമചിന്തയും രാജ്യത്തില്ലാതാക്കാനുള്ള നീക്കങ്ങൾ വിലപ്പോവില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ത്രിപുരയിൽ പ്രചാരണ റാലികളിൽ പറഞ്ഞു. नॉर्थ ईस्ट मेरे लिए पॉलिटिक्स का नहीं, प्रेम और प्राथमिकता का विषय है. ये कांग्रेस और लेफ्ट की विकास विरोधी राजनीति का आईना भी है. UP-യിലെ സഹാറൻപൂരിലാണ് കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിനെത്തിയത്. വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാണിച്ചാൽ മാത്രമേ BJPക്ക് 180 സീറ്റുകളിലധികം ലഭിക്കൂവെന്ന് പ്രിയങ്ക. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മാത്രം ശേഷിക്കെ തൃണമൂൽ കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. തൃണമൂൽ പിന്തുണയ്ക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കില്ല. 400 രൂപ മിനിമം കൂലി ഉറപ്പാക്കി 100 ദിവസം രാജ്യത്ത് എല്ലാവർക്കും തൊഴിലുറപ്പാക്കുമെന്നും പ്രകടന പത്രികയിലുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിച്ച 102 ലോക്സഭാ മണ്ഡലങ്ങളും നാളെ നിശബ്ദ പ്രചരണത്തിലായിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നടന്ന യോഗത്തിൽ എല്ലായിടങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഉചിതമാണെന്ന് വിലയിരുത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ഡൽഹിയിൽ നിന്ന് R. രാധാകൃഷ്ണൻ, 24. അമേഠിയിൽ മത്സരിക്കാൻ തയ്യാറാണെന്ന സൂചന നൽകി രാഹുൽ ഗാന്ധി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കും എന്നാണ് പ്രതികരണം. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും നേരെയുള്ള വിമർശനങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ആം ആദ്മി പാർട്ടി ആപ്കാ രാംരാജ്യ എന്ന പേരിൽ വെബ്സൈറ്റ് തുടങ്ങി. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ 8 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതാനിരിക്കെ ഗാസിയാബാദിൽ ഇന്ത്യ മുന്നണി നേതാക്കൾ വിളിച്ച വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോട് പ്രതികരിച്ചത്. अमेठी के बाद कांग्रेस का डिसीजन है, जो भी मुझे ऑर्डर मिलेगा मैं वो करूंगा. CEC मीटिंग हमारी पार्टी में CEC मीटिंग्स में ये डिसीजन लिए जाते हैं. ഇലക്ട്രോറൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഴിമതിയുടെ ചാമ്പ്യനാണെന്നും രാഹുൽ. ഭരണഘടന മാറ്റാൻ സ്വപ്നം കാണുന്ന BJPയെ 400 ഇടങ്ങളിൽ തോൽപ്പിച്ച് ജനം പാഠം പഠിപ്പിക്കുമെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞു. ഇലക്ട്രോറൽ ബോണ്ട് ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ നയങ്ങളെ വിമർശിക്കുന്ന സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്യപ്പെടുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. രാമനവമി ദിനത്തിൽ പ്രചരണത്തിനായി ആപ്കാ രാംരാജ് എന്ന പേരിൽ ആം ആദ്മി പാർട്ടി വെബ്സൈറ്റ് ആരംഭിച്ചു. ഡൽഹി, പഞ്ചാബ് സർക്കാരുകളുടെ ഭരണ നേട്ടങ്ങൾ പ്രചരിപ്പിക്കാനാണ് വെബ്സൈറ്റ്. 24 ഡൽഹി. കേരളത്തിലെ പ്രചാരണ രംഗത്തേക്ക് വരികയാണെങ്കിൽ വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്കെതിരായ സൈബർ ആക്രമണം ചർച്ചയാക്കി LDF. വ്യക്തിഹത്യയ്ക്ക് പിന്നിൽ UDF സ്ഥാനാർത്ഥിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആരോപിച്ചു. KK ശൈലജ വൈകാരിക നുണപ്രചാരണം നടത്തുകയാണ് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. എല്ലാവരും സംയമനം പാലിക്കണമെന്ന് PK കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു. സൈബർ അധിക്ഷേപത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകനെതിരെ പോലീസ് കേസെടുത്തു. KK ശൈലജയ്ക്കെതിരെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വ്യാജ പ്രചാരണം നടത്തിയതിനാണ് മുസ്ലിം ലീഗ് ഭാരവാഹിയായ ന്യൂമാഹി സ്വദേശി അസ്ലമിനെതിരെ പോലീസ് കേസെടുത്തത്. UDF സ്ഥാനാർത്ഥിയും കൂട്ടാളികളും ചേർന്നാണ് മോർഫ് ചെയ്ത ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു മറയുമില്ലാതെ സ്വന്തം ഐഡികളിൽ നിന്നാണ് UDF പ്രവർത്തകർ
ഈ പ്രചരണം നടത്തുന്നത്. വ്യക്തിഹത്യ നടത്തുന്നത് ആരായാലും മുഖം നോക്കാതെ നടപടി വേണമെന്ന് പറഞ്ഞ കെ രമ സൈബർ ആക്രമണത്തിൽ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനോ നേതാക്കൾക്കോ പങ്കില്ലെന്ന് പ്രതികരിച്ചു. പ്രധാന വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ CPIM നടത്തുന്ന ഗൂഢാലോചനയാണോ എന്ന് സംശയിക്കുന്നതായും കെ രമ MLA. ടീച്ചർക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ്. ടീച്ചറുടെ ഈ ആരോപണത്തിന്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നു. ഞാൻ ഉൾപ്പെടെയുള്ള ഇതൊക്കെ നേരിടുന്ന സ്ത്രീ സമൂഹം, അവിടെ ഒരു കക്ഷി രാഷ്ട്രീയവുമില്ല. ഞങ്ങൾ ഈ വിഷയത്തിൽ ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിൽക്കുന്നു. ഇത് ആരാണ് ചെയ്തത് എന്ന് കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. രാഷ്ട്രീയമായുള്ള മത്സരമാണെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടണമെന്ന് ഉമാ തോമസ് MLAയും പറഞ്ഞു. സൈബർ അതിക്രമമെന്ന കെ ശൈലജയുടെ ആരോപണം നുണ ബോംബെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രതികരണം. ഒരു സ്ത്രീകളെയും അല്ലെങ്കിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയെയും പ്രശ്നോദിക്കുന്നില്ല. പ്രതിപക്ഷ നേതാവിന് കെ ശൈലജയുടെ മറുപടി ഇങ്ങനെ: മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ തികച്ചും ആസൂത്രിതമായിട്ട് ഒരിടത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്യുക, നുണ. അതാണ് നുണ ഉൽപ്പാദിപ്പിച്ച് പ്രചരിപ്പിക്കുക. സൈബർ ആക്രമണം വടകരയിൽ പ്രധാന ചർച്ചാ വിഷയമായതോടെ എല്ലാവരും സംയമനം പാലിക്കണമെന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. 24 കോഴിക്കോട്. സൈബർ ആക്രമണത്തിൽ പ്രതികരണവുമായി വടകരയിലെ LDF സ്ഥാനാർത്ഥി കെ ശൈലജ. തനിക്കെതിരായ ആക്രമണം സ്ത്രീ എന്ന നിലയിൽ മാത്രമല്ലെന്ന് കെ ശൈലജ 24 എൻകൗണ്ടറിൽ പറഞ്ഞു. രാഷ്ട്രീയ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ആക്രമണമെന്നും കെ ശൈലജ കൂട്ടിച്ചേർത്തു. ആദ്യം കുറച്ച് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ വന്നപ്പോൾ, ആക്രമണം എന്ന് വെച്ചാൽ സ്ത്രീ എന്നുള്ള നിലയിലുള്ള അധിക്ഷേപം മാത്രമല്ല, അതുണ്ട്, അതിൻ്റെ എല്ലാ ചിത്രവും എൻ്റെ അടുത്തുണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ ചില പേജുകൾ കൃത്രിമമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ എൻ്റെ അഭിപ്രായത്തിൻ്റെ നേരെ വിപരീതമായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് കൊടുക്കുക. എൻ്റെ രാഷ്ട്രീയ അഭിപ്രായത്തെ നേരെ വിരുദ്ധമാക്കി തീർത്ത് എന്നോട് അനുഭവമുള്ള ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റുമോ എന്നൊരു ശ്രമം തുടരെ നടത്തുമ്പോൾ അവർ നേതാക്കന്മാർക്ക് പങ്കില്ലെന്ന് ഞാൻ എങ്ങനെ പറയുക? അദ്ദേഹത്തിൻ്റെ ഫേക്ക് പേജാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ വന്നിട്ടുണ്ട്, അതിനെ നിഷേധിച്ചിട്ടില്ല അവരാരും. അത് തെറ്റിപ്പോയി എന്നവർ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേതൃത്വത്തിന് അതിനകത്ത് പങ്കുണ്ടാവും എന്ന് ഞാൻ പറയാനിടയായിട്ടുള്ളത്. പൊതുതെരഞ്ഞെടുപ്പിന് സംസ്ഥാനത്ത് 9 നാൾ മാത്രം ശേഷിക്കെ നേതാക്കളുടെ വാക്പോര്. പ്രധാനമന്ത്രിക്ക് ജനങ്ങളെ എപ്പോഴും വാഗ്ദാനം നൽകി പറ്റിക്കാൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPIM-ന് RSS-മായി ധാരണയുണ്ട് എന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു. മാസപ്പടി കേസിൽ ശക്തമായ അന്വേഷണമുണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രചാരണ യോഗത്തിൽ പറഞ്ഞു. മാസപ്പടി കേസിൽ ED പിടിമുറുക്കുന്നതിനിടെ BJP-ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുഖ്യമന്ത്രി വീണ്ടും രംഗത്തെത്തി. നിങ്ങൾക്ക് ദുരവസ്ഥക്ക് ഇടയാക്കിയിട്ടുള്ളത് രാജ്യം ഭരിക്കുന്ന BJP-യാണ്. ഇവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് RSS-ന്റെ അജണ്ടയാണ്. പൗരത്വ നിയമത്തിൽ കോൺഗ്രസിന് നിലപാടില്ലെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രിക്ക് മറുപടി നൽകിയത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അവർ BJP-യുമായും RSS-ഉമായും നേരത്തെ തന്നെ സെറ്റിൽ ചെയ്താണ്. UDF-നെ തോൽപ്പിക്കാൻ വേണ്ടി ചില തെരഞ്ഞെടുക്കപ്പെട്ട സീറ്റുകളിൽ ഇവർ പരസ്പരം സഹായിക്കാമെന്നുള്ള ധാരണയിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. BJP-യുടെ വർക്കിംഗ് പ്രസിഡന്റിനെ പോലെയാണ് പിണറായി വിജയനെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി കുറ്റപ്പെടുത്തി. പിണറായി വിജയൻ ഈസ് നോട്ട് വർക്കിംഗ് ഫോർ LDF. He is working for Narendra Modi in this Kerala. He is a B team of Bharatiya Janata Party. മാസപ്പടി കേസിലും സഹകരണ ബാങ്ക് തട്ടിപ്പുകളിലും ശക്തമായ അന്വേഷണം നടത്തുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. हम लोग इसकी सख्ती के साथ जांच कराएंगे. हमारी गवर्नमेंट आएगी, आपका पैसा जो स्कैम में चला गया है उसे हम वापस कराएंगे. വരും ദിവസങ്ങളിലും ദേശീയ നേതാക്കളെ രംഗത്തിറക്കി പ്രചാരണം കൊഴുപ്പിക്കാനാണ് മുന്നണികളുടെ നീക്കം. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. BJP നേതാക്കളെ പരിഹസിച്ച് മന്ത്രി KB ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രിയാകുമെന്ന് പറഞ്ഞാണ് പലരും വോട്ട് ചോദിക്കുന്നത്. ഒരാൾ പോലീസായി അഭിനയിച്ച് അയാളുടെ ശരീരത്തിൽ പോലീസ് കയറിക്കൂടി. K സുരേന്ദ്രനും ശോഭാ സുരേന്ദ്രനും തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാറില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റണമെന്ന K സുരേന്ദ്രന്റെ പ്രസ്താവനയും KB ഗണേഷ് കുമാർ പരിഹസിച്ചു. തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ അമിത്ഷായെ മാറ്റിയിട്ട് ആഭ്യന്തരമന്ത്രിയായിട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്ന് പറഞ്ഞ ഒരാൾ തൃശ്ശൂർ നിൽക്കുന്നു. പോലീസായിട്ട് അഭിനയിച്ച് പോലീസ് ശരീരത്തിൽ കയറി. സുരേന്ദ്രൻ സീറ്റ് കൊടുക്കുകയില്ല, തമ്മിൽ വലിയ വിരോധമായിട്ടു. ജീപ്പിലൊക്കെ നിൽക്കും, പ്രചരണത്തിന് കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി അങ്ങോട്ടും BJP പ്രസിഡന്റ് ഇങ്ങോട്ടും. ആ വയസ്സോട്ട് കൈ കാണിക്കുന്നില്ല, ഇങ്ങനെ കാണിക്കുള്ളൂ. ഈ സ്ഥാനാർത്ഥി അങ്ങോട്ട് കൈ കാണിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ആ വീഡിയോ കണ്ട് കാണും. ഞാൻ വെറുതെ പറയുന്നതല്ല, ഒറ്റ അപേക്ഷ ഞാൻ പറഞ്ഞുള്ളൂ. ഏതായാലും നടക്കാൻ പോകുന്നതിൽ എൻ്റെ ആഗ്രഹം കൂടെ എൻ്റെ കൂട്ടത്തിൽ പറയില്ല, ഈ ഗണപതി വട്ടം എന്നുള്ള വാക്കിൽ ഗണേശ വട്ടം എന്നാക്കി തരണം എന്ന് ഒരു അപേക്ഷ.
സത്യമല്ലേ? വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്നവരുടെ ബാലറ്റുകൾ അലക്ഷ്യമായാണ് കൈകാര്യം ചെയ്യുന്നത് എന്ന ആരോപണം തള്ളി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. വോട്ടെടുപ്പിനാവശ്യമായ സ്റ്റേഷനറി വസ്തുക്കൾ കൊണ്ടുപോകുന്ന ക്യാരി ബാഗുകളുടെ ചിത്രങ്ങളാണ് ചില മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പ്രസിദ്ധീകരിച്ചത്. പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയതായും സഞ്ജയ് കൌൾ വ്യക്തമാക്കി. വീട്ടിലിരുന്ന് വോട്ട് ചെയ്യുന്ന പ്രായമായവരുടെയും ഭിന്നശേഷിക്കാരുടെയും ബാലറ്റുകൾ തുറന്ന സഞ്ചിയിൽ കൊണ്ടുപോകുന്നു എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാതി നൽകിയതിനു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. വിവാദ സിനിമ ദ കേരള സ്റ്റോറി സീറോ മലബാർ സഭയുടെ രൂപതകളിൽ പ്രദർശിപ്പിച്ചതിൽ വിമർശനവുമായി ലത്തീൻ കത്തോലിക്ക സഭ മുഖപത്രം ജീവനാഥം. കുട്ടികൾക്ക് മുന്നിൽ ദ കേരള സ്റ്റോറി പോലുള്ള സിനിമ പ്രദർശിപ്പിച്ചത് തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയുന്നതാണെന്ന് മുഖപ്രസംഗത്തിൽ വിമർശനം. ക്രൈസ്തവ പാരമ്പര്യം അറിയാത്തവർ സഭയുടെ തലപ്പത്ത് വരുമ്പോൾ ബൈബിളിനേക്കാൾ വലുത് വിചാരധാരയാണെന്ന് തോന്നുമെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. കേരള സ്റ്റോറി പ്രദർശിപ്പിച്ചതിനെ അനുകൂലിച്ച് KCBC ജാഗ്രതാ കമ്മീഷൻ രംഗത്തെത്തി. കേരള സ്റ്റോറിക്ക് ബദലായി മണിപ്പൂർ സ്റ്റോറി പ്രദർശിപ്പിക്കുന്നത് വിഡ്ഢിത്തമെന്ന് KCBC ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ മൈക്കിൾ പുളിക്കൽ ദീപികയിൽ എഴുതിയ ലേഖനത്തിൽ പറയുന്നു. കേരള സർവകലാശാല വൈസ് ചാൻസലറുടെ എതിർപ്പ് മറികടന്ന് എംപ്ലോയീസ് യൂണിയൻ പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് ജോൺ ബ്രിട്ടാസ് MP. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പ്രഭാഷണം തടയണമെന്ന് VC രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. VCയുടേത് ധാർഷ്ട്യവും ദാസ്യവേലയുമാണെന്ന് MP വിമർശിച്ചു. പരിപാടിക്കെതിരെ BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സർവകലാശാലയോട് കമ്മീഷൻ വിശദീകരണം തേടി. ജനാധിപത്യവും വെല്ലുവിളികളും കടമകളും എന്ന വിഷയത്തിലാണ് ജോൺ ബ്രിട്ടാസ് MPയെ കേരള സർവകലാശാലയിലെ ഇടത് അനുകൂല സംഘടന പ്രഭാഷണ പരമ്പരയ്ക്ക് ക്ഷണിച്ചത്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ചൂണ്ടിക്കാട്ടി പരിപാടി അനുവദിക്കരുതെന്ന വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. VCയുടെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച ജോൺ ബ്രിട്ടാസ ഉച്ചയ്ക്ക് നടന്ന പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ സർവകലാശാലയുടെ വൈസ് ചാൻസലറായി നമ്മൾ ക്ഷണിച്ചൊരു ശാസ്ത്രജ്ഞനാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ. ആ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ വാക്കുകൾ ഞാനിവിടെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് ഈ സർവകലാശാല എത്തപ്പെട്ട ഒരു ദുരവസ്ഥയെക്കുറിച്ച് കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി. ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, ഒരുപക്ഷെ ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കണം. ആൽബർട്ട് ഐൻസ്റ്റീനെ പോലുള്ള വ്യക്തികൾ ഇരിക്കേണ്ടിയിരുന്ന ഇരിപ്പിടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾക്ക് വിരുദ്ധമായ രീതിയിൽ ചിന്തിക്കുന്നവർ ഇരുന്നാൽ നമ്മുടെ സർവകലാശാലകൾക്കുണ്ടാകുന്ന ഗതി എന്താകുമെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വാക്കുകൾ പറഞ്ഞത്. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ജീവനക്കാർ പരിപാടിക്ക് എത്തിയെന്ന് ചൂണ്ടിക്കാട്ടി BJP തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. സംഭവത്തിൽ സർവകലാശാലയോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടിയിട്ടുണ്ട്. രാഷ്ട്രീയ പരിപാടിയല്ല നടന്നതെന്നാണ് എംപ്ലോയീസ് യൂണിയന്റെ നിലപാട്. 24 തിരുവനന്തപുരം. മാസപ്പടി കേസിൽ CMRL MD ശശിധരൻ കർത്തയെ ചോദ്യം ചെയ്ത് ED. ആലുവയിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ED ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും നൽകാൻ കഴിയില്ലെന്ന് CMRL EDയെ അറിയിച്ചു. ശശിധരൻ കർത്തയുടെ ആലുവ തോട്ടയ്ക്കാട്ടുകരയിലെ വീട്ടിൽ നേരിട്ടെത്തിയാണ് ED ഉദ്യോഗസ്ഥരുടെ ചോദ്യം ചെയ്യൽ. മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ നീണ്ടു. വീട്ടിൽ നിന്ന് ചില രേഖകളും അന്വേഷണ സംഘം പിടിച്ചെടുത്തിട്ടുണ്ട്. കേസിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് നേരത്തെ 2 തവണ ശശിധരൻ കർത്തയ്ക്ക് ED നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഹാജരാകാൻ കഴിയില്ലെന്ന് ശശിധരൻ കർത്ത EDയെ അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് അന്വേഷണ സംഘം വീട്ടിൽ നേരിട്ടെത്തിയത്. മാസപ്പടിയിലെ ED നടപടികൾക്കെതിരെ ശശിധരൻ കർത്തയും CMRL ഉദ്യോഗസ്ഥരും കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി വെള്ളിയാഴ്ച പരിഗണിക്കാനിരിക്കെയാണ് EDയുടെ തുടർ നീക്കങ്ങൾ. മാസപ്പടി വിവാദം പാർട്ടി ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ED ഗുണ്ടാപ്പണിയാണ് എടുക്കുന്നതെന്നും CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിമർശനം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചർച്ച ചെയ്യേണ്ടത് കാര്യമുള്ളത് അതല്ല. കമ്പനികൾ തമ്മിലുള്ള തർക്കമോ പ്രശ്നമോ എന്തൊക്കെയാണോ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഞങ്ങൾക്കതിൽ അന്നൊന്നുമില്ല, ഇന്നും തർക്കമില്ല. ഞങ്ങൾക്കുള്ള ഒറ്റ കാര്യം അതിൻ്റെ പേരും പറഞ്ഞ് പിണറായി വിജയൻ എന്ന CPIM നേതാവിനെയും മുഖ്യമന്ത്രിയെയും അതിലേക്ക് കടന്നു ചെല്ലാൻ നടത്തുന്ന ഒരു ശ്രമത്തെയും അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിക്കില്ല, നാളെയും അംഗീകരിക്കില്ല. ഇതാണ് നമ്മുടെ അടുത്ത നിലപാട്. എക്സാലോജിക്കുമായുള്ള ഇടപാടുകളുടെ രേഖകൾ ഹാജരാക്കാൻ കഴിയില്ലെന്ന് CMRL EDയെ അറിയിച്ചു. ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡിന്റെ നടപടികൾ തീർപ്പാക്കിയതാണെന്നും മറ്റൊരു ഏജൻസികൾക്കും പുനഃപരിശോധിക്കാൻ കഴിയില്ലെന്നുമാണ് CMRLന്റെ മറുപടി. 24 കൊച്ചി. ലോക ടെലിവിഷൻ ചരിത്രത്തിൽ പുതുചരിത്രമെഴുതി 24. ഭവനരഹിതർക്കായി 100 വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി. K. ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായരും K. ചിറ്റിലപ്പിള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൌസേഫ് ചിറ്റിലപ്പിള്ളിയും ധാരണാപത്രം കൈമാറി.
വർഷങ്ങൾ കാത്തിരുന്നിട്ടും വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാത്തവർക്കൊപ്പം നിൽക്കുകയാണ് 24. അർഹരായ 100 കുടുംബങ്ങൾ സ്വന്തമായ വീടെന്ന തണലിലേക്ക് ഈ പദ്ധതി വഴി ചേർന്നു നിൽക്കും. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വീടുകൾ നിർമ്മിച്ചു നൽകും. 24 കണക്റ്റിലൂടെയാണ് പദ്ധതി നടപ്പിലാക്കുക. കാക്കനാട് ചിറ്റിലപ്പള്ളി സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർക്ക് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ചെയർമാൻ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി ധാരണാപത്രം കൈമാറി. കോടിക്കണക്കിന് മലയാളിയുടെ മനസ്സായി മാറിയ ദൃശ്യമാധ്യമം 24 കണക്റ്റും അനേകം ഹൃദയങ്ങളിൽ അലിവിന്റെ നിലാവ് പകർന്ന കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 100 സ്വപ്നങ്ങളെ ഇനി ചേർത്ത് പിടിക്കുകയാണ്. അടച്ചുറപ്പുള്ള ഭവനം എന്നത് കേവലം പൂർണ്ണമായും അർഹരായവരിലേക്കാണ് പദ്ധതി എത്തിച്ചേരുകയെന്ന് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. ഈ 24 കണക്റ്റിന്റെ ഭാഗമായിട്ട് കേരളത്തിലെ വീടില്ലാത്ത ആളുകൾക്ക് വേണ്ടി കുറച്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കണം എന്ന് ആഗ്രഹം ഉദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയൊരു നിമിഷം ഈ കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ ഡയറക്ടേഴ്സുമായി നമ്മുടെ ആളുകൾ നടത്തിയ ചർച്ചയിൽ 100 വീടുകൾ കൊടുക്കാൻ പോകുന്നു, അതിന് അവർക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞ നിമിഷമാണ്. അപ്പം അവർ നടത്തുന്ന ഒരു ചാരിറ്റി ഓപ്പറേഷനിലെ ഒരു പ്രധാന പങ്കാളിയാവുക എന്ന് പറയുന്നത് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. 24മായി സഹകരിക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി പറഞ്ഞു. 24 ഫ്ലവേഴ്സ് ഗ്രൂപ്പുമായിട്ട് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ സഹകരിച്ചിട്ട് ഇതുപോലെ 100 പേർക്ക് 100 അർഹതപ്പെട്ട വീടില്ലാത്തവർക്ക് വീട് എത്തിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് സഹകരിക്കാനായിട്ട് അതിയായ സന്തോഷമുണ്ട്. 24 സംസ്ഥാന സമ്മേളന വേദിയിൽ അർഹതപ്പെട്ടവർക്ക് 100 വീടുകൾ നൽകുമെന്ന പ്രഖ്യാപനമാണ് യാഥാർത്ഥ്യമാകുന്നത്. യുവതികൾക്കായുള്ള സ്വയം പ്രതിരോധ പരിശീലനം, ലഹരിമുക്ത ക്യാമ്പയിൻ തുടങ്ങി നിരവധി പദ്ധതികളാണ് 24 കണക്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്നത്. 24 കൊച്ചി. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണം എന്നുള്ള വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അനന്ത്നാഗിലാണ് ബീഹാർ സ്വദേശികൾക്ക് നേരെ ഭീകരർ വെടിയുതിർത്തത് എന്നാണ് ബൽറാം നെടുങ്ങാടി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. വയനാട് സുഗന്ധഗിരി മരമുറിക്കൽ കേസിൽ വകുപ്പ് തല നടപടി. റേഞ്ച് ഓഫീസർ കെ നീതുവിനെ സസ്പെൻഡ് ചെയ്തു. വനം വിജിലൻസ് മേധാവിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. വയനാട്ടിലെ സുഗന്ധഗിരി മരമുറിക്കൽ കേസിൽ ഉദ്യോഗസ്ഥർക്ക് നിർണായക പങ്കുണ്ടെന്ന വനം വിജിലൻസ് മേധാവി ഡോക്ടർ ചന്ദ്രശേഖരന്റെ അന്വേഷണ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കർശന നടപടി ആരംഭിച്ചത്. ആദ്യഘട്ടത്തിൽ റേഞ്ച് ഓഫീസർ കെ നീതുവിനെയാണ് സസ്പെൻഡ് ചെയ്തത്. ആകെ 18 പേർക്കെതിരെയാണ് നടപടിക്ക് ശുപാർശ. മരമുറിക്ക് ഒത്താശ ചെയ്തതിനൊപ്പം മരമുറിക്കാരിൽ നിന്നും പണം കൈപ്പറ്റി ഉന്നത ഉദ്യോഗസ്ഥർ നടപടിയെടുക്കാതെ സഹായിച്ചു എന്നിവയാണ് മറ്റു കണ്ടെത്തലുകൾ. ജീവൻ അപകടമാകുന്ന 20 മരം മുറിക്കാൻ അനുമതി നൽകുകയും അതിന്റെ മറവിൽ 216 വൻമരങ്ങൾ മുറിച്ചു കടത്തിയെന്നുമാണ് കേസ്. DFO എ ഷജ്ന, ഫ്ലൈയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസർ, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവർക്കെതിരെയും ഉടൻ നടപടിയുണ്ടായേക്കും. 24 കോഴിക്കോട്. തിരുവനന്തപുരം പൊന്മുടി വനമേഖലയിലും അനധികൃത മരം മുറി. 250-ലധികം ചെറുമരങ്ങൾ മുറിച്ചു കടത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന വ്യാജേനയാണ് മരം മുറിച്ചത് എന്ന് പൊന്മുടി വനം സംരക്ഷണ സമിതി അംഗം ടി സെൽവരാജ് 24നോട് പറഞ്ഞു. വിഷയത്തിൽ വനംവകുപ്പ് അന്വേഷണം ആരംഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. ജൈവ വൈവിധ്യങ്ങളാൽ സമ്പന്നമായ മേഖലയിലാണ് അനധികൃത മരംമുറി. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും വാർഡനുമായ ടി സെൽവരാജാണ് മരം മുറിച്ചു കടത്തുന്നത് കണ്ടത്. ഇക്കഴിഞ്ഞ 13-ന് 2ാം വളവിന് മുകളിലുള്ള വനമേഖലയിൽ നിന്നായിരുന്നു മരംമുറി. പൊന്മുടി വനസംരക്ഷണ സമിതി അംഗവും എസ്റ്റേറ്റിലെ 2 തൊഴിലാളികളും ചേർന്നാണ് മരം മുറിച്ചത്. സംരക്ഷിത മരങ്ങളടക്കം 250-ലധികം മരങ്ങൾ മുറിച്ചു കടത്തി. പിന്നാലെ വാർഡനായ ടി സെൽവരാജ് റീജിയണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് പരാതി നൽകി. സംരക്ഷണ മരമാണ് ഈ മൊത്തം ഈ വനത്തിനകത്ത് നിൽക്കുന്നതെല്ലാം സംരക്ഷണ മരമാണ്. അന്വേഷണം ഉദ്യോഗസ്ഥർ ഇന്ന് വന്ന് റേഞ്ച് ഓഫീസർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ക്വാഡിലെ RO വന്നിട്ടുണ്ട്. അവരെല്ലാം നമ്മുടെ മൊഴിയൊക്കെ എടുത്ത് കാര്യങ്ങൾ കേസെടുക്കും. ഇത് ഒരു കാരണവശാലും വിടത്തില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനെന്ന വ്യാജേനയാണ് മരം മുറിച്ചതെന്നും ആക്ഷേപമുണ്ട്. പരാതിക്ക് പിന്നാലെ പരിശോധന നടത്തിയ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മരങ്ങൾ എണ്ണിത്തുടങ്ങി. ഇന്നലെ മാത്രം നടത്തിയ പരിശോധനയിൽ 250ഓളം ചെറുമരങ്ങൾ മുറിച്ചുമാറ്റിയെന്ന് സ്ഥിരീകരിച്ചു. ഉൾവനത്തിൽ ഉൾപ്പെടെ പരിശോധന തുടരുകയാണ്. 2 പേർക്കെതിരെ കേസെടുക്കാനും വനം വകുപ്പ് നീക്കം നടത്തുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ കേസ് അട്ടിമറിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കിടയിൽ തന്നെ സംസാരവുമുണ്ട്. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം.
തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമസ്തയുടെ പേര് ഉപയോഗിക്കരുത് എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമസ്തയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിധേയത്വമോ വിരോധമോ ഇല്ല എന്ന് വ്യക്തമാക്കിയാണ് പ്രസ്താവന. രാഹുൽ സുരേഷുണ്ട് കോഴിക്കോട്. രാഹുൽ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു പ്രസ്താവന? ഉന്മേഷ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പൊന്നാനിയിൽ ഉൾപ്പെടെ LDFും മറ്റിടങ്ങളിൽ UDFും സംസ്ഥയെ പ്രചാരണ ആയുധമാക്കിക്കൊണ്ട് വോട്ട് തേടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മറ്റൊന്ന്, സംസ്ഥയുടെ യുവജന നേതാവ് കൂടിയായിട്ടുള്ള നാസർ ഫൈസി കൂടത്തായുടെ ഒരു പ്രസംഗമാണ്. അതായത് ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചില്ലെങ്കിൽ മഹലുകളിൽ പ്രശ്നമുണ്ടാകും, അതുകൊണ്ട് ലീഗ് സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കണമെന്നായിരുന്നു നാസർ ഫൈസി കൂടത്തായുടെ ഒരു പ്രസംഗം. ഈ രണ്ട് കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സംസ്ഥ വീണ്ടും അവരുടെ നിലപാട് ആവർത്തിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയിരിക്കുന്ന പ്രസ്താവനയിൽ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സംസ്ഥയുടെ പേര് ഉപയോഗിക്കരുത്, ഒരാളെയും ഇതിനുവേണ്ടി പ്രത്യേകിച്ച് ക്രമീകരിച്ചിട്ടില്ലെന്നും ഈ സംസ്ഥയുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തിറക്കിയിരിക്കുന്ന രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടന്നു. ഡബിൾ ഹോസ് പൂരം പൊടിപൂരം സമർപ്പിക്കുന്നത് ഡബിൾ ഹോസ് ജാഗറി പൗഡർ, ആരോഗ്യം സൗകര്യം മാധുര്യം. പവേർഡ് ബൈ TT ദേവസി ജ്വല്ലേഴ്സ്, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. പൂരനഗരിയുടെ ആകാശത്ത് വർണ്ണവിസ്മയം തീർത്ത് സാമ്പിൾ വെടിക്കെട്ട്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലാണ് സാമ്പിൾ വെടിക്കെട്ട് നടത്തിയത്. ആയിരക്കണക്കിന് ആളുകൾ സാമ്പിൾ വെടിക്കെട്ടിന് സാക്ഷികളായി. നാളെ പൂരവിളംബരം, മറ്റന്നാളാണ് തൃശൂർ പൂരം. 20-ന് പുലർച്ചെ 3-നാണ് പ്രധാന വെടിക്കെട്ട്. പകൽപ്പൂരത്തിന് ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞ ശേഷവും വെടിക്കെട്ടുണ്ടാകും. അന്തരിച്ച സംഗീതജ്ഞൻ KG ജയന് വിട നൽകി സാംസ്കാരിക കേരളം. സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ തൃപ്പൂണിത്തറ പൊതുശ്മശാനത്തിൽ നടന്നു. തൃപ്പൂണിത്തറയിലെ വസതിയിൽ വെച്ചാണ് ഔദ്യോഗിക ബഹുമതി നൽകിയത്. നടൻ മമ്മൂട്ടി ഉൾപ്പെടെ സിനിമാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. തൃപ്പൂണിത്തറ ലായങ് ഹാളിലെ പൊതുദർശനത്തിന് ശേഷമായിരുന്നു സംസ്കാരം. വാർത്താമഴ പൂർത്തിയാകുന്നു.